ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു PSC ആൻഡ് കാറ്റഡ് ഗൈഡ്. ഇതിൽ നമ്മൾ 6ാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യയിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ 2ാം ഭാഗമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ റൈൻ യുദ്ധമാണ് ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത്. പിന്നെ ഇതിൽ വരുന്നത് ഡൽഹി ഭരിച്ചിരുന്ന പ്രധാന 5 രാജവംശങ്ങൾ. അങ്ങനെ മുഹമ്മദ് ഗോറിയുടെ മരണശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ സേനാനായകനായിട്ടുള്ള കുത്തബ്ദീൻ ഐബക്ക് ഒരു അടിമ വംശം എന്ന് പറഞ്ഞിട്ടൊരു വംശം സ്ഥാപിക്കുകയാണ്. അടിമ വംശം അപ്പോൾ ഡൽഹി ഭരിച്ചിരുന്ന പ്രധാന 5 രാജവംശങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അടിമ വംശം, ഗിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് ക്രോണോളജിക്കൽ ഓർഡറായിട്ട് ചോദിക്കാറുണ്ട്. ആ ഗി തു സ ലോ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ അടിമ വംശം എന്ന് പറയുന്നത് 1206 മുതൽ 1290 വരെയാണ്. സ്ഥാപകൻ കുത്തബ്ദീൻ ഐബക്കാണ്. അവസാന സുൽത്താൻ കൈക്കോബാദാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് ഗിൽജി വംശം. ഗിൽജി വംശം 1290 മുതൽ 1320 വരെയാണ്. സ്ഥാപകൻ ജലാലുദ്ദീൻ ഗിൽജി. അവസാന സുൽത്താൻ മുബാറക് ഷായാണ്. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ തുഗ്ലക് വംശം 1320 മുതൽ 1414 വരെയാണ്. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് സ്ഥാപകൻ. നസറുദ്ദീൻ മുഹമ്മദാണ് അവസാന സുൽത്താൻ. നാലാമത്തേന്ന് പറഞ്ഞാൽ സയ്യിദ് വംശം 1414 മുതൽ 1451 വരെ. കിസർഖാനാണ് സ്ഥാപകൻ. അലാവുദ്ദീൻ ആലം ഷാ അവസാന സുൽത്താൻ. ദെൻ അടുത്ത് ലോധി വംശം 1451 മുതൽ 1526 വരെ. ബഹലൂൽ ലോധിയാണ് സ്ഥാപകൻ. ഇബ്രാഹിം ലോധി അവസാന സുൽത്താനുമാണ്. ഇതാണ് നമ്മൾ പഠിച്ചത്. ദെൻ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് മുഹമ്മദിൻ്റെ, അതായത് മുഹമ്മദ് ഗോറിയുടെ മരണശേഷം 1206 ഡൽഹി കേന്ദ്രമാക്കി ഭരണം ആരംഭിച്ചതാണ് കുത്തബ്ദീൻ ഐബക്ക്. കുത്തബ്ദീൻ ഐബക്കിൻ്റെ രാജവംശം അറിയപ്പെടുന്ന അടിമ വംശം അല്ലെങ്കിൽ മംലൂക്ക് വംശം. മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നു ആര്? കുത്തബ്ദീൻ ഐബക്ക്. അങ്ങനെ അയാൾ സ്ഥാപിച്ച രാജവംശമാണ് അടിമ വംശം അല്ലെങ്കിൽ മംലൂക്ക് വംശം എന്നറിയപ്പെടുന്നത്. മംലൂക്ക് വംശത്തെ തുടർന്ന് വേറെ 4 രാജവംശങ്ങൾ 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏത് പീരീഡാണ് സുൽത്താനായിട്ട് അറിയപ്പെടുന്നത്? CE 1206 മുതൽ CE 1526 വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരണം നടത്തിയവർ അറിയപ്പെടുന്ന പേരാണ് സുൽത്താൻമാർ അല്ലെങ്കിൽ സുൽത്താനേറ്റ് പീരീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ശ്രദ്ധിക്കണം, CE 1206 മുതൽ CE 1526 വരെ. ഇനി ഡൽഹി ഭരിച്ച രാജവംശങ്ങളും ഭരണാധികാരികളാണ്. നമ്മൾ പറഞ്ഞു ആദ്യം മംലൂക്ക് വംശം അല്ലെങ്കിൽ അടിമ വംശം. മുഹമ്മദ് ഗോറിയുടെ അടിമയായിരുന്നുള്ള കുത്തബ്ദീൻ ഐബക്കാണ് സ്ഥാപകനായിരുന്നത്. ആ മംലൂക്ക് വംശത്തിലെ പ്രശസ്ത ഭരണാധികാരികളാണ് 1 കുത്തബ്ദീൻ ഐബക്ക്, 2 ഇൽത്തുമിഷ്, പിന്നെ ബാൽബൻ. രണ്ടാമത്തേതാണ് ഗിൽജി വംശം. ഗിൽജി വംശത്തിലെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരിയായിരുന്നു അലാവുദ്ദീൻ ഗിൽജി. അലാവുദ്ദീൻ ഗിൽജിനെ ബന്ധപ്പെടുത്തി കുറേ PSC ചോദ്യവും അതേപോലെ തന്നെ കാറ്ററ്റ് ചോദ്യം ചോദിക്കാറുണ്ട്. പിന്നെ തുഗ്ലക് വംശം. തുഗ്ലക് വംശത്തെ പ്രശസ്തനായിട്ടുള്ള ഭരണാധികാരികളാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കും ഫിറോസ് ഷാ തുഗ്ലക്കും. 2 ഭാഗത്തുനിന്നും ചോദ്യം വരാറുണ്ട്. ദെൻ സയ്യിദ് വംശം കിസർഖാൻ. ലോധി വംശം ഇബ്രാഹിം ലോധി. ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിത ഭരണാധികാരി, അത് നമ്മൾ പഠിക്കണം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഏത് ഡൽഹി സുൽത്താൻ്റെ മകളായിരുന്നു സുൽത്താന റസിയ? ഇൽത്തുമിഷിൻ്റെ മകളായിരുന്നു. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരിയാണ് ബാൽബൻ. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ രാജവംശമാണ് ഗിൽജി രാജവംശം. ഗിൽജി രാജവംശത്തിലെ പ്രധാന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഗിൽജി. ഇനി മധ്യേന്ത്യയിലും വടക്ക് പടിഞ്ഞാറ് ഇന്ത്യയിലും ക്ഷത്രിയ വിഭാഗത്തിൽപ്പെട്ടവർ അറിയപ്പെട്ടത് രജപുത്രർ എന്നാണ്. രജപുത്രരിൽ പ്രധാനികൾ തൊമരന്മാരും ചൗഹാന്മാരുമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഡൽഹി ആദ്യമായിട്ട് അധികാര കേന്ദ്രമാക്കിയത് തൊമരന്മാരാണ്. ആ തൊമരന്മാരെ തുടർന്ന് വന്ന ആളാണ് ചൗഹാന്മാർ. കുത്തബ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷാണ്. ഇൽത്തുമിഷ് കീഴടക്കിയ പ്രദേശങ്ങളാണ് മുൾട്ടാൻ, ലാഹോർ, ബംഗാൾ. തൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഒരു ഏകീകൃത നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയ ഡൽഹി സുൽത്താനാണ് ഇൽത്തുമിഷ്. ഇൽത്തുമിഷ് പ്രചാരത്തിൽ ഇറക്കിയ നാണയങ്ങളാണ് തങ്ക ജിറ്റാൾ. ഇത് ചോദിക്കാറുണ്ട്, PSC ചോദിക്കാറുണ്ട്. ഇൽത്തുമിഷ് പ്രചാരത്തിൽ ഇറക്കിയ നാണയങ്ങളാണ് തങ്ക ജിറ്റാൾ. ഡൽഹി സുൽത്താനേറ്റിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഏത് ഡൽഹി സുൽത്താൻ്റെ മകളായിരുന്നു സുൽത്താന റസിയ? ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയത് ബാൽബനാണ്. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയത് ഗിൽജി വംശമാണ്. ഗിൽജി വംശത്തിലെ പ്രധാന ഭരണാധികാരി അലാവുദ്ദീൻ ഗിൽജി എന്ന് പറഞ്ഞു. ഇനി തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലെയും പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിന് കീഴിലായിരുന്നത് അലാവുദ്ദീൻ ഗിൽജിയുടെ കാലഘട്ടത്തിലായിരുന്നു. അലാവുദ്ദീൻ ഗിൽജി ഗിൽജിയുടെ അധികാരത്തിന് കീഴിലായ ആദ്യ പ്രദേശമാണ് ഗുജറാത്ത്. അലാവുദ്ദീൻ ഗിൽജി തൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ഇറാഖിൽ നിന്നും കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നു. ഗിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയതാണ് തുഗ്ലക് വംശം. തുഗ്ലക് വംശത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്നും ദേവഗിരിയിലേക്ക് മാറ്റിയ ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്.
ദേവഗിരിയെ ദൗലത്താബാദ് എന്ന് പുനർനാമകരണം ചെയ്ത ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. പിന്നീട് അയാൾക്ക് തോന്നി തലസ്ഥാന മാറ്റം ഫലപ്രദമല്ല എന്ന് തോന്നി എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇത് തീരുമാനം പിൻവലിച്ചു. ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ പേരിൽ അറിയപ്പെട്ട ആളാണ് ഈ മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇനി സുൽത്താൻ ഭരണകാലത്തെ പ്രധാന കൃതികൾ PSC അതേപോലെ കേട്ടിട്ട് ചോദിക്കുന്ന ഷാനാമ ഫിർദൗസിയുടെ കൃതിയാണ്. കിതാബ് ഉൾ ഹിന്ദ് താരിഖ് ഇ ഹിന്ദ് അൽബറൂണിയുടെ കൃതിയാണ്. താജുൽ മാസിർ ഹസൻ ഉൾ നിസാമി. തുഗ്ലക് നാമ അമീർ ഖുസ്രു. രഹ്ല അത് ചോദിക്കാറുണ്ട് ഇബ്നു ബത്തൂത്ത. ലൈല മജ്നു അമീർ ഖുസ്രു. സഫർ നാമ ഇബ്ൻ ബത്തൂത്ത. പൃഥ്വിരാജ് രാസോ ചാന്ദ് ബർദായി. താരിഖ് ഇ അലം അമീർ ഖുസ്രു. താരിഖ് ഇ ഫിറോസ് ഷാഹി സിയാവുദ്ദീൻ ബറാനി. ഇത്തരം കാര്യങ്ങളാണ് നമ്മളിതിൽ പഠിക്കുന്നത്. ഈ രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ പഠിക്കുന്ന വളരെയധികം പ്രധാനപ്പെട്ട 5 രാജവംശങ്ങളെ കാണുന്നുണ്ട്. ആ 5 രാജവംശങ്ങളിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികളെ കാണുന്നുണ്ട്. അതേപോലെ തങ്ക ജിറ്റാൾ നാണയങ്ങൾ കാണുന്നുണ്ട്. സുൽത്താനേറ്റ് പീരീഡിനെ പറ്റിയിട്ടാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഓക്കെ, താങ്ക് യു.